फर्क मेहता का उल्टा चश्मा। എടാ ടപ്പു, മിടുക്കനാണല്ലോ, പിടിച്ചു കളഞ്ഞല്ലോ. എന്താടാ ഇത്? അടപ്രഥമന് പകരം പന്ത് പ്രഥമൻ കഴിക്കണോടാ ഞാൻ. ദേഷ്യപ്പെടല്ലേ മുത്തശ്ശ, കൊച്ചു പയ്യനല്ലേ, അറിയാതെ ചെയ്തു പോയതാ. അത് പിന്നെ അച്ഛാ, ഇതാ വായിച്ചോളൂ. ഇന്നത്തെ പത്രം കണ്ടില്ലല്ലോ. പറയുന്നത് കേട്ടാ നീ മേടിച്ചേതാണ്ട് ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നുവല്ലോടാ. പഠിക്കാൻ വിട്ടപ്പോ പുളിമരത്തെ കയറിയിരുന്നവനാ. ആദ്യം ഇങ്ങോട്ട് താഴാ. എന്റെ കാല് പൊട്ടി. ദയ കാണിക്കുന്നേ, എന്നോട് ദയ കാണിക്കേ. നിന്റെ അനുജ സുന്ദരനോട് മോഡലിംഗ് ചെയ്യാൻ പറ. ഇങ്ങോട്ട് വരണ്ട. കാര്യം പറഞ്ഞേക്കാട്ടോ, ടപ്പുന്റെ അച്ഛ, എന്റെ അനിയൻ വരുന്നത് ട്രെയിനിലാണിട്ടോ. ട്രെയിനില് നിങ്ങൾ എയർപോർട്ടിൽ ചെന്നിട്ട് അവനെ വിളിച്ചോണ്ട് വരണട്ടോ. ട്രെയിനിൽ വരുന്നവന് എയർപോർട്ടിൽ എന്ത് കാര്യം? ഓട്ടോ പിടിക്കണമെങ്കിൽ എയർപോർട്ടിൽ പോണം. കാരണം നമ്മുടെ ഏരിയയിൽ ഇപ്പൊ സ്ട്രൈക്ക്. നമുക്ക് അമ്മാവനെ വിളിക്കാൻ സ്റ്റേഷനിലേക്ക് പോവാം. സ്റ്റേഷനിലെത്തി നിന്റെ അമ്മാവൻ എന്താടാ കല്ല് പോലെ അവിടെ തന്നെ നിക്കുക? അവിടുന്ന് അവനെന്താ ഇങ്ങോട്ട് അനങ്ങാൻ പറ്റില്ലേ? ഇവനെയൊക്കെ റെയിൽവേ സ്റ്റേഷനിലല്ലോ, വേറെ വല്ല സ്റ്റേഷനിലും കയറ്റണം. അടുപ്പിക്കാൻ കൊള്ളൂലടാ. ഇവിടെ വായിലിരിക്കുന്നത് കേൾക്കുന്നതിലും ഭേദം കടയിൽ പോയിരിക്കും. എന്താടാ ഈ കാണിക്കുന്നത്? അച്ഛൻ വന്നില്ലെങ്കിൽ എന്താ, ഈ ടപ്പു പോയി അമ്മാവനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചോണ്ട് വരും. എന്റെ ചക്രക്കുട്ട, നിനക്ക് എന്തൊരു തരം ബുദ്ധിയാണ്ട്. അമ്മ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു വിചാരിക്കണ്ട. അമ്മ ഉള്ളപ്പോ ഞാൻ എന്തിനാ? എന്താ അമ്മ ഇത്? ഞാൻ വരുന്നില്ല. ഡോക്ടർ ഗുലാട്ടി കണ്ടുപിടിച്ച ഈ യന്ത്രം ലോകത്തിന്റെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നു. ആദ്യം ഞാൻ ഈ പറക്കുന്ന ഓട്ടോ പരീക്ഷണാർത്ഥം ഒന്ന് ഓടിച്ചു നോക്കട്ടെ. എന്നിട്ട് വേണം അഭിമാന പുരസ്സരം ഇത് ലോകത്തിന് സമർപ്പിക്കുവാൻ. കിഴക്കോട്ട് നോക്കിയാൽ 40 കിലോമീറ്റർ, വടക്കോട്ട് നോക്കിയാൽ 80 കിലോമീറ്റർ. അബ്ദുള്ളയുടെ കടയാണ് എന്റെ ലക്ഷ്യം. എന്റെ ഓട്ടോ ഇവിടെ ചെയ്യാൻ പോകുന്നു പാർ. ഇതെന്തൊരു കഷ്ടാണ് നോക്കണേ. നമ്മുടെ ഏരിയയിൽ മാത്രമല്ല, ഇവിടെയും സ്ട്രൈക്ക് ആണല്ലോ. ഓട്ടോ ഇന്ന് കിട്ടൂലെന്നാ തോന്നുന്നു. അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞേക്കാം. അവൻ പോയിട്ട് നാളെ വരട്ടെ. അമ്മേ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഓപ്പണായ ഓട്ടോ. ഉപേന്ദ്രന്റെ ഓട്ടോയോ? ഓപ്പൺ എയർ ഓട്ടോ അമ്മേ. ഓട്ടോ ഓടുന്ന ചേട്ടനെ ഇവിടെ ഞാൻ കാണുന്നില്ലല്ലോ. എന്തായാലും ഓട്ടോ ഞാൻ തന്നെ ഓടിച്ചേക്കാം. എന്റെ അനിയനെ വിളിച്ചോണ്ട് വരണ്ടേ അമ്മേ? എന്നല്ലേ ശബ്ദം വരണ്ടേ? ഇതെന്താ കാക്ക കരയുന്ന പോലെ? എന്റെ ചക്രക്കുട്ടന് വല്ല പറ്റിയോ? എന്റെ ചക്രക്കുട്ടന് എന്തൊരു ബുദ്ധിയാ. അമ്മേ, എന്താ ഇത് അവിടെ
നിക്ക്. ഇതെന്താണ് ഈ ഓട്ടോ ചാടി ചാടി പോണേ? എന്റെ കുടച്ചേട്ടാ ഒന്ന് മാറി നിക്ക്. അയ്യോ മാറി നിക്ക്. ആദ്യം ബ്രേക്ക് പിടിക്കണ്ട അമ്മച്ചി. എന്നെ വിട്ടേക്ക് അമ്മച്ചി, ഞാനൊരു പാവാടേ. അമ്മേ പതുക്കെ. പിടിച്ചോ സാറേ, നല്ല ഒന്നാം തരം നാരങ്ങ സോഡ. എന്റെ പൊന്നു സാറേ, നാരങ്ങ സോഡയുടെ പൈസ തന്നില്ല. ഓസിന് നാരങ്ങ സോഡ കുടിച്ചതും പോലെ ഗ്ലാസും പൊട്ടിച്ചിട്ട് പോയി പരനാറി. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇവിടെ 60 ഡിഗ്രി റൈറ്റില് 90 ഡിഗ്രി ലെഫ്റ്റില് പൈതഗോറസ് തിയറി പ്രകാരം a² + b² + 2ab എന്ന കണക്കിൽ മെറ്റലോപ്പതിയിൽ ഞാൻ നിർമ്മിച്ച യന്ത്രം എവിടെ പോയി? അല്ല സാർ എന്താ ചോദിച്ചത്? ഇവിടെ നിർത്തിയിരുന്ന എന്റെ ഓട്ടോ എവിടെ പോയടാ? നമ്മുടെ ദേശീയല്ലേ അവര് പാർട്ട് ടൈമായി ഓട്ടോയും ഓടിക്കാൻ തുടങ്ങിയോ? ഇപ്പൊ സുഖമല്ലോ, ദേശീയ ഉണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ ഓട്ടോ കയറി യാത്ര ചെയ്യാലോ. അത് ശരി, പേടിക്കണ്ട ചേച്ചി, ഓട്ടോ ഇപ്പൊ ഞാൻ നിർത്തി തരാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അല്ലമ്മേ, ആരാ ഓട്ടോ ഓടിക്കാ? അത് ശരിയാണല്ലോ. അയ്യോ, തൽക്കാലം അപകടമൊന്നും നടക്കുന്നില്ല. മണക്കുന്നുണ്ടോ? ഈ ഓട്ടോ ഞാൻ എങ്ങനെ പിടിച്ചു നിർത്തും? തലക്കകത്താണെങ്കിൽ ഒന്നും വരുന്നില്ല. കിട്ടിപ്പോയി. എന്റെ പൊന്നമ്മച്ചി, എന്നെ വിട്ടാക്കി. എനിക്ക് ഇനി ഒരുപാട് ജീവിക്കാനുണ്ട്. ഭഗവാനെ, അല്ലെങ്കിൽ മുട്ടും. അമ്മച്ചി, അമ്മച്ചി, ഓട്ടോ നിർത്തമ്മച്ചി, അല്ലെങ്കിൽ ഞാൻ ഉരുളയാവേ. എല്ലാവരും ഓട്ടോയിൽ വന്ന് കയറി. ഇവിടെ നല്ല രസമുണ്ട്. എന്തു പറ്റിയമ്മാവാ? തല കറങ്ങാൻ തുടങ്ങിയോ? അമ്മായി എന്ത് ഭംഗിയായിട്ട് ഓട്ടോ ഓടിക്കുന്നേ. എന്ത് ചെയ്യാനാ മോനെ, വീട്ടില് ചപ്പാത്തി കട്ട ഉരുട്ടി ഉരുട്ടി ഇപ്പൊ ഈ കട്ട ഉരുട്ടാൻ എളുപ്പമായിരിക്കും. മാറി നിക്ക്, ഞാൻ വരുവാ. വണ്ടി തീർത്തു. അയ്യോ, നീ ധൈര്യമായിട്ട് വാ. once more. ഇപ്പൊ ശരിയാക്കി തരാം. നീ വന്നേ. റെഡി, സ്റ്റഡി, ഗോ. എന്റെ മോൻ പോകെ ഒരു കിടിലൻ സ്റ്റാറായല്ലോ. ഈ
കൊച്ചു പ്രായത്തിൽ അവൻ എന്ത് സാമർത്ഥ്യം നോക്കിയേ. ഹൊയ്, 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 ഹൊയ്. അവിടുന്ന് മാറി നിൽക്കണല്ലോ. അയ്യോ. ദേ പോന്നു. അയ്യോ മോനെ പോകി, എന്റെ മോനൊന്നും പറ്റല്ലേ. അയ്യോ ഇതെന്തിട്ടാണ് തറയിൽ തൊടാത്തത്? ഇത് കൊള്ളാമല്ലോ. ഇത് അടിപൊളിയാണല്ലോ ഈ ഫ്ലൈയിങ് ഓട്ടോ. ഐഡിയ. ഇതാര് ദയെടുത്തിയല്ലേ? ചോദയോ എന്റെ പപ്പടം പോയി. ദയെടുത്തി എന്റെ പപ്പടം. പപ്പടം പിടിച്ചോ. പപ്പടം പറക്കുന്നോ? ഇത് കലക്കില്ലോ. കിട്ടിയ സമയം കൊണ്ട് അലക്കിയ തുണിയെല്ലാം ഒന്ന് മടക്കി വെച്ചേക്കാം. അങ്ങനെ യാത്രക്കാരുടെ പ്രത്യേക സ്ഥലത്തേക്ക് 2 വഴി മുന്നില് 2 വഴി പുറകില്. എന്താ സോനു എന്താ പറയുന്നേ? വിമാനത്തിലേക്ക് എങ്ങനെയാ പറയാ? ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഓട്ടോ പറക്കുന്നത് കണ്ടോ? രക്ഷപ്പെട്ടു. അമ്മേ അമ്മ പേടിക്കണ്ടേ, ഞാനമ്മേനെ ക്യാച്ച് ചെയ്തോളാം. എന്തൊരു ലാൻഡിങ് ആയിരുന്നല്ലേ. അഞ്ജലി ചേച്ചി, ബബിത ചേച്ചി, ഇത് നിങ്ങളുടെ സ്വന്തം കടയാണ്. എന്നാ ശരി, ഇത് രണ്ടും പാക്ക് ചെയ്തോ. അയ്യോ, ഇത് വിൽക്കാനുള്ളതല്ലല്ലോ. അമ്മേ സൂക്ഷിച്ച്. വില പേശി മേടിച്ചാണ് കേട്ടോ. അവൻ മഹാകള്ളനാ, കൂട്ടി പറയും. ഇപ്പൊ ദേചേച്ചിയുടെ ശബ്ദമല്ലേ നമ്മൾ കേട്ടത്? ജീവനുള്ളവരുടെ ആത്മാവ് ഇങ്ങനെ പറന്നു നടക്കാറുണ്ടോ? റീത്ത റിപ്പോർട്ടർ ഒരിക്കലും ഫേക്ക് ന്യൂസ് കാണിക്കാറില്ല. ഓട്ടോ അന്തരീക്ഷത്തിൽ പറക്കുന്നത്ര, പുറകിൽ ഒരാൾ തൂങ്ങിക്കിടക്കുന്നത്രേ. ഇതാരെങ്കിലും വിശ്വസിക്കോ?
നിക്ക് നിക്ക് നിക്ക്, ഇതൊക്കെ സത്യമാണ്. ദേ ഓട്ടോ പറക്കുന്നു. ചാനലിനോട് പറയൂ, ഇത് സത്യമാണെന്ന് പറയൂ. എന്തൊക്കെ തരത്തിലുള്ള വാർത്തകളാണോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. എടാ ഭാഗ, അത് കണ്ടോ? അത് കാണാൻ നമ്മുടെ മാർക്കറ്റ് പോലെ ഇല്ലേ? മാർക്കറ്റൊക്കെ അവിടെ നിക്കട്ടെ ചേട്ടാ. ആ പറക്കുന്ന ഓട്ടോ കണ്ടില്ലേ? അതിനകത്തിരിക്കുന്ന നമ്മുടെ മുതലാളി ചേച്ചിയും കുട്ടികളും അല്ലേ? നോക്കിക്കേ. എന്താ പറഞ്ഞു? നീ എവിടെ മുകളിൽ ഓട്ടോയിൽ എന്തെടുക്കോടാ ടപ്പു? അച്ഛാ, ഞങ്ങള് സുന്ദരനമ്മാവനെ വിളിക്കാൻ സ്റ്റേഷനിലേക്ക് പോവാ. എടാ മോനെ, നീ ആദ്യം ലാൻഡ് ആവാൻ നോക്ക്. പ്ലെയിനിൽ പോയാണോ ട്രെയിനിൽ നിന്ന് ആളെ വിളിക്കുന്നേ? ഞാൻ ഇവിടുന്ന് താഴെ ഇറങ്ങി വരട്ടെ നിനക്ക് വെച്ചിട്ടുണ്ട്. നിന്റെ കെട്ടിയോള് കാക്കയെ പോലെ അവളുടെ ഓട്ടോടെ മുട്ടിൽ എന്നെ കെട്ടി തൂക്കിയില്ലേക്കാ. എടാ തടിയാ, ഇതിനെയാടാ കാക്കൻ ജീവിതം എന്ന് പറയുന്നേക്കാ. എന്ത് പറ്റിക്കോടെ ഞങ്ങളെ തല കറങ്ങാൻ തുടങ്ങിയല്ലേ? എടാ ടപ്പു, നിങ്ങളെല്ലാവരും അവിടെ മുകളിൽ എന്തെടുക്കോടാ? അമ്മേ, ദേ സുന്ദരനമ്മാവൻ താഴെയുണ്ട്. ഹലോ, ദേ ചേച്ചി. അമ്മേ, ഓട്ടോ തിരിക്കേ. അത് കൊള്ളാം. ചിക്കച്ചക്ക, ചിങ്കച്ച, ചിങ്കച്ചക്ക, ചിങ്കച്ച, ചിങ്കച്ചക്ക, ചിങ്കച്ച. ചിക്കച്ചക്ക, ചിങ്കച്ച, ചിങ്കച്ചക്ക, ചിങ്കച്ച, ചിങ്കച്ചക്ക, ചിങ്കച്ച, ചിങ്കച്ചക്ക, ചിങ്കച്ച. അമ്മേ, കാലേ ഇങ്ങോട്ട് കേറി വാ, അല്ലെങ്കിൽ താഴെ വീഴും. ചിങ്കച്ചക്ക, ചിങ്കച്ച, ചിങ്കച്ചക്ക, ചിങ്കച്ച. ഇപ്പൊ ഞാൻ ലാൻഡിങ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ദയേ, നീ എന്തായി കാണിക്കുന്നേ? മോനെ ടപ്പു, ജീയെന്നോ എന്ന് എഴുതിയ ബട്ടണില്ലേ, അത് അമർത്തട്ടെ. ഈ പറയുന്നത് ഏതാ? MISSIL എഴുതിയിരിക്കുന്നതാണ്. എന്നാ പിന്നെ എനിക്ക് തോന്നണ ബട്ടണിങ് അമർത്തിയേക്കാം. അതിലെന്താ എഴുതിയിരിക്കുന്നേ? ദയേ, ബോഡി ബജിയുണ്ടല്ലോ. രക്ഷപ്പെട്ടു. വീണ്ടും നീ പണി തന്നല്ലേ?
എനിക്കുള്ള ഉത്തരം നിങ്ങൾ തന്നേ പറ്റൂ. ഫോർമുല 551-ൽ ഫോറൻ നമ്പർ 3 പ്രകാരം S2Oയിൽ S2S ചേർത്ത് നിർമ്മിച്ചത് ആരാണ് തകർത്ത് തച്ചുടച്ചത്? അല്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്റെ ഓട്ടോ തകർത്തത് ആരാണെന്നാണ് ചോദിച്ചത്. നീയല്ലേടത് തകർത്തത്? നിങ്ങളാണോ? നിങ്ങളാണോ തകർത്തത്? അളിയാ, നിങ്ങൾക്ക് ശേഷം അവിടെ ആരുമില്ല. അപ്പൊ നിങ്ങൾ തന്നെ ആള്. ഇനി നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. സുന്ദരൻകുട്ടൻ പറയുന്ന പോലെ കേക്ക്. നഷ്ടപരിഹാരം എന്താന്ന് വെച്ചാ കൊടുത്തിട്ട് വേഗം വീട്ടിലേക്ക് പോന്നേ കേട്ടാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അതെന്താ? അത് തന്നെ ഇങ്ങനെ ഉരുണ്ടിട്ട് ഒരുമാതിരി കല്ല് പോലെ ഇരിക്കണല്ലേ. കല്ലാണോടി എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത്? അതല്ല, കാന്താരി മുളക് ഞെരടിയതും കൂട്ടി നമ്മൾ പുഴുങ്ങി തിന്നാറില്ലേ? പുഴുങ്ങി തിന്ന്. എന്റെ ദയ എന്നോട് ഇച്ചിരി ദയ കാണിക്ക്. നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് കാച്ചിലോ മറ്റോ പുഴുങ്ങി തിന്നാൻ വിശന്നിട്ട് വയ്യ. അത് തന്നെ, കാച്ചില് പുഴുങ്ങിയതും കാന്താരി മുളകും കട്ടൻ കാപ്പിയും എന്തൊരു കൂട്ടാ. One, two, three, four, five, six, seven, 8, 9, 10. എല്ലാവരും ഒളിച്ചോ? ഞാൻ ദേ വരുന്നു. അത് ശരി, സോനു അവിടെ പതുങ്ങിയിരിക്കുക. ഇപ്പൊ കാണിച്ചുതരാം. പിടിച്ചേ. കളിക്കുമ്പോ എന്ത് രസാണെന്നറിയാവോ? മനസ്സ് നിറയെ സന്തോഷം. എന്റെ ദയേ, നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുതേ ദയേ. ദയേ, എന്റെ ദയേ. സ്വപ്നവും കണ്ടുകൊണ്ട് ഡാൻസ് ചെയ്യുന്നൊന്നും നിർത്തിയിട്ട് നീ മെഴുകുതിരി ഒന്ന് കത്തിക്കടി. ഇത് സ്വപ്നമായിരുന്നാ? എന്നാലും സ്വപ്നം അടിപൊളിയായിരുന്നു. ദയേ, നമ്മളിവിടെ മെഴുകുതിരിയും കത്തിച്ചോണ്ട് കൈകൊട്ടിക്കളി കളിക്കാനല്ല വന്നത്. സൊസൈറ്റിയിൽ എങ്ങനെയാ കറണ്ട് പോയതെന്ന് കണ്ടുപിടിക്കാൻ വന്നിരിക്കുക. ദയാന്റിന്റെ ഉള്ളില് ഡാൻസ് കളിക്കുന്ന ഭൂതം കേറിയെന്നാ തോന്നുന്നേ. ചേട്ടാ, ഈ കൊതുകിന്റെ ശല്യം കൊണ്ട് ഞാൻ ആകെ വശം കിട്ടിയിരിക്കുക. അമ്മാവന്റെ മൂക്കിന്റെ അറ്റത്ത് മൂക്കിൽ കയറി ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പൊ തലയിലാണ്. എന്നാ പിന്നെ ഇനി നമുക്ക് ഈ മെഴുകുതിരി വേണ്ട. എടോ ആന ഡോക്ടറെ, സൂക്ഷിച്ച്. നീ എന്തായി കാണിക്കുന്നേ? സോറി ചേട്ടാ. ആ ശരി, പോട്ടെ പോട്ടെ. എടോ വീടേ, എന്റെ മെഴുകുതിരി എന്തിനാ നിങ്ങൾ ഊതിയാണത്തത്? എന്തായാലും കറണ്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും പോയി ഉറങ്ങാം. എങ്കിൽ നാളെ കാണാം. ഇന്ന് ഞാനൊരു കുട്ടിക്കുറുമ്പ് ഒപ്പിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചതാ. ടപ്പുസേനയെ ഞാൻ ഇന്ന് തറ പറ്റിക്കും. ലോകം ഞാൻ ഇന്ന് തറ പറ്റിക്കേ. അയ്യോ, പിന്നെയും കറണ്ട് പോയല്ലോ.
ഇവർക്കുള്ള പണി ഇതേ ഇപ്പൊ കൊടുക്കാം. ഇത് ഞാനാണ് ബോധം, ഡാൻസ് ബോധം, ബോധം. കുട്ടികൾ എല്ലാവരും ശരിക്കും പേടിച്ചെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും ശരിക്കും പേടിച്ചു അല്ലേ? പപ്പുസേന, പപ്പുഷേം, ഇനി എന്നോട് കളിക്കാൻ വരരുതേ. ഈ കൊച്ചു കാര്യത്തിനാണോ നിങ്ങൾ പേടിച്ചത്? എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇരുൾ നിറഞ്ഞ കുറ്റിക്കാട്ടിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോയിട്ടുണ്ട്. അവിടെ പോയി ഒളിച്ചും കളിക്കും. ഇന്നത്തെ കുട്ടികൾ ഒന്നിനും കൊള്ളൂല. പോപ്പട്ട അങ്കിൾ, ഒത്തിരി ചിരിക്കണ്ട. ചിലപ്പോ ഞങ്ങള് നിങ്ങളെ പേടിപ്പിച്ച നിങ്ങള് ജീവനോടെ ഉണ്ടാവില്ല. അതെ ചേച്ചാ, അത് തന്നെയാ ഞാനും പറയുന്നേ. ഞാൻ നിങ്ങളെ പോലെ പേടിത്തൊണ്ടനൊന്നുമല്ല കുട്ടികളെ. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു. ആ സോനുവിന്റെ മുഖം ഒന്ന് നോക്കിയേ. പേടിച്ച് വരണ്ടതിക്കുക. ടപ്പുസേനയുടെ അടുത്ത ടാർഗറ്റ് നമ്മുടെ പോപ്പട്ടങ്കിളാണ്. നമ്മുടെ ലക്ഷ്യം ഇനി ഒന്ന് മാത്രം, പോപ്പട്ടങ്ങളിനെ പുകച്ചു പുറത്ത് ചാടിക്കുക. ശക്തിയും ധൈര്യവുമുള്ള പോപ്പട്ട്ലാലിന്റെ ഇന്നത്തെ കളി ഇത് അവസാനിച്ചിരിക്കുന്നു. അയ്യോ, ഇതെന്താണ്? ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് ലേറ്റായി പോയെന്നാ തോന്നുന്നേ. ചേടാ, ഈ സമയത്ത് ലൈറ്റിന് എന്താ പറ്റിയത്? എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്കാം. ടപ്പുസേന, നമ്മുടെ മിഷൻ തുടങ്ങുകയാണ്. ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിരുന്നു. ഇനി അങ്ങ് വീടെത്തുന്നത് വരെ യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന മതിയായിരുന്നു. പാമ്പ് ചീറ്റുന്നത് പോലെ ആരെ പിശി പിശിന്ന് ശബ്ദം ഉണ്ടാക്കുന്നേ. ഇവിടെ എന്തോ പന്ത് കേടുണ്ടല്ലോ. എന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് ഉറപ്പാ. ശബ്ദം അടുത്തടുത്ത് വരുന്നു, പക്ഷെ ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇതെന്തൊരു കൂത്താ ഇവിടെ നടക്കുന്നത്? ഇനി ഞാൻ നടക്കുന്ന ശബ്ദമാണോ അതോ ആരെങ്കിലും കൂടെ നടക്കുന്നുണ്ടോ? ഒരു പക്ഷേ ആ ഡാൻസ് ഭൂതം ശരിക്കും ഇവിടെ എങ്ങനെ എത്തിയോ എന്നെ പേടിപ്പിക്കാൻ? ധൈര്യം സംഭരിച്ചുകൊണ്ട് പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയേക്കാം. ഇവിടെ എങ്ങും ആരുമില്ലല്ലോ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? യെസ് ടപ്പുസേന. എന്താ പോപ്പട്ടങ്ങളെ, പേടിച്ചു പോയല്ലേ? അത് ശരി, ടപ്പുസേനയായിരുന്നോ? ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ചുമ്മാ നടന്നു വരുന്ന വഴി ആ പഴത്തിന്റെ തോലെ ചവിട്ടി തെന്നി വീണതാ. ഞാനാണോ പേടിക്കുന്നത്? പൊപ്പട്ടങ്ങളെ പേടിപ്പിക്കണേ നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടണം. ചെല്ല് എല്ലാരും വീട്ടിൽ പോയിക്കോ.
തൊലിയാണ് ഇന്ന് നിങ്ങളെ രക്ഷിച്ചത്. ഈ രക്ഷപ്പെടൽ ഇനി എന്തായാലും ഒത്തിരി നേരം ഉണ്ടാവില്ല. ഉഫ്. കുട്ടികൾ എന്നെ ശരിക്കും അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞു. മിണ്ടാതെ എന്റെ പുറകിൽ വന്നോളേ. സോനു സ്റ്റാർട്ട്. നിന്റെ കൊട ഞാൻ ചവിട്ടി പൊളിച്ച് തുണ്ടം തുണ്ടമാക്കി കളയും. കൊടക്കാരാ ആരായി കുടച്ചേട്ടനോട് പക വീട്ടാൻ ഇറങ്ങിയിരിക്കുന്നത്? ചിലപ്പോ ഞാൻ ഉറങ്ങിയപ്പോ വല്ല ദുസ്വപ്നവും കണ്ടതായിരിക്കും അല്ലേ? എന്റെ അമ്മ! ആരാന്നാ ചോദിക്കേ? ഇപ്പൊ എന്താ സ്വപ്നം കണ്ടാ പോലും അതൊക്കെ ജീവിതത്തിൽ നടക്കുന്ന പോലെ തോന്നുന്നു. ഈ ലൈറ്റ് എന്തിനാ ഇങ്ങനെ മിന്നി മിന്നി കത്തുന്ന? ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കുടിക്കട്ടെ. പോപ്പട്ടങ്ങൾ പേടിച്ചു പോയി. പേടിച്ചേ പോപ്പട്ടങ്ങൾ പേടിച്ചേ, പോപ്പട്ടങ്ങൾ പേടിച്ചേ. ഇത് പേടിച്ചതല്ല, ഉറങ്ങിയതാ. അതെങ്ങനെ? നമ്മുടെ ഫുൾ പ്രൂഫ് പ്ലാൻ ആയിരുന്നില്ലേ? എന്ത് സംഭവിച്ചാലും പോപ്പട്ടങ്ങൾ പേടിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അവസാനായിട്ട് ഒരു പൊടിക്കായി പ്രയോഗിക്കാം. അതിലങ്ങൾ പെടുന്ന ഉറപ്പാണ്. നമുക്ക് നാളെ ഇയാളെ പേടിപ്പിക്കാം. ഇയാൾ കൂർക്കം വലിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നു. ഇന്നിനി വിശ്രമിച്ചോളൂ. നാളെ നമുക്ക് വീണ്ടും പോപ്പട്ടങ്ങളെ പേടിപ്പിക്കാം. ഇവന്മാരണി എന്നെ പേടിപ്പിക്കാന്ന് പറഞ്ഞ് എന്തൊക്കെയാ ചെയ്തു കൂട്ടാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ഈ പിള്ളേരത്ര മോശക്കാരല്ല, എന്നെ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു. അല്ല, ഈ വന്ന ഭൂതം ഒറിജിനലായിരുന്നു അതോ ഡമ്മി ആയിരുന്നു? ആരെപ്പോ എവിടുന്ന് വരുമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ചേട്ടാ, ഇതാരാ? ആരാത്? ആരാത്? എനിക്കിനി ആരെയും കാണണ്ട. ആരാടാത്? ആരാത്? എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാം. എപ്പോ എവിടെ നിന്ന് ആര് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് വിട്ടുപോയിക്കോ പെട്ട.
ഗോലി ഗോഗി കൊറേ നേരമായി സിഗ്നൽ തരുന്നു. ഓ ആ ശരി ശരി. എടാ ഗോഗി ഇങ്ങോട്ട് നോക്ക, ഞാൻ സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയാ പെട്ടെന്ന് ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ആയത്? ഡബിൾ ഭൂതം അറ്റാക്ക് ലോഞ്ച്. ഈ ഗോലിന്റെ ഒരു കാര്യം. ഇവിടെ ആരുമില്ലല്ലോ. ഗെറ്റ് അപ്പ് ചേഞ്ച്. Get up change. Yes, mission is on. ഇവരെ രണ്ടുപേരും കണ്ടിട്ട് സെക്കൻഡ് ഹാൻഡ് ഫിലിമിലെ 3rd ഗ്രേഡ് ഭൂതത്തെ പോലെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും പൊപ്പട്ടങ്ങൾ അവരെ കണ്ട് പേടിക്കുമല്ലോ അല്ലേ ടപ്പു? ഇത് ഫുൾ പ്രൂഫ് പ്ലാൻ ആണ് സോനു, ഒരിക്കലും പരാജയപ്പെടില്ല. ഇപ്പൊ കുട്ടികൾ മാത്രമല്ല, ഇപ്പോഴത്തെ കാക്കകളും രാത്രി ഉറങ്ങാറില്ലെന്ന് തോന്നുന്നു. ഇതേതോ ഡാൻസ് ഭൂതമാണോ? എന്തായാലും അവരൊക്കെ പോയെന്ന് തോന്നുന്നു. ഞാനും സ്ഥലം വിടട്ടെ. ലോകം തകിടം മറിക്കുന്നത് കണ്ടോ? ഗോലി ഇതിലെ പോയിക്കോ, നേരെ പോപ്പട്ടങ്ങളുടെ അടുത്തേക്ക്. ഇതാണ് ഫൈനൽ പാർട്ട്. എണ്ണത്തും ദൂരത്തും ആരെയും കാണുന്നില്ലല്ലോ. എവിടെ പോയി കാണും? ആരെയും കാണുന്നില്ലല്ലോ. ഇതെന്താ, ആരാ വന്നെന്നെ ഇടിച്ചിട്ട് പോയത്? ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. എന്നെ വിട്ടേക്ക് പോതുമേ. എന്നെ എന്തിനാ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത്? ഈശ്വര, ഇതെന്താ പറ്റിയത്? ഇതെന്തോ ഇന്നത്തെ ദിവസം ആകെ കുഴപ്പങ്ങളാണല്ലോ. ഭൂതം രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇതേത് ഭൂതമാ? ഇതെന്റെ മുഖമാണല്ലോ. എന്തിനായി ഭൂതം എന്റെ പുറകിന്ന് മാറാതെ നടക്കുന്നത്? കണ്ട് പേടിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങളെ ഒത്തിരി ഒത്തിരി പേടിപ്പിക്കും. വാ, ആര് പറഞ്ഞു നിങ്ങൾ എനിക്ക് പേടിയില്ലെന്ന്? ഞാൻ നിങ്ങളെ കണ്ട് ആകെ പേടിച്ച് വിറച്ചിരിക്കുക. എനിക്കിപ്പോ കാണുന്നതെല്ലാം പേടിയായിരിക്കുക. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എങ്ങോട്ട് തിരിഞ്ഞാലും ബോധങ്ങള് മാത്രമല്ലേ ഉള്ളൂ.
ദേവി തന്നെ വിട്ടേക്ക്. ഞാനൊരു പാവക്രൂരനാ. എന്നെ വിട്ടേക്ക്. കഴിഞ്ഞ 2 ദിവസമായിട്ട് പേടിച്ചു പറിച്ച് എനിക്ക് ഉറക്കം പോലും ഇല്ല. ഭക്ഷണം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടില്ല. എന്തു പറ്റി പോപ്പട്ടങ്ങളെ? ശരിക്കും ഞെട്ടിപ്പോയല്ലേ? അപ്പൊ പോപ്പട്ടങ്ങളില് കുറച്ച് പേടിയുണ്ടല്ലേ? കുറച്ചോ? ഒത്തിരി പേടിച്ചു പോയേ. ഇപ്പൊ എന്നാ കണ്ടാലും പേടിയാ. ഇപ്പൊ മനസ്സിലായോ ടപ്പുവിന്റെ പ്ലാൻ? അയ്യോ, രക്ഷിക്കണേ, ഭൂതം! ഓയ് ദേ പോപ്പറ്റങ്ങൾ പേടിച്ചരച്ച് താഴെ വീണു. എന്റെ ഭഗവാനെ, കാശ് വല്ലാണ്ട് ചെലവാകുന്നുണ്ടല്ലോ. സമയവും പെട്ടെന്നാ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇപ്പൊ ചെയ്യാ? ചേടാ, തറയില്ല, ആകെ വൃത്തികേടായല്ലോ. അതെ, ഈ ഭിത്തിയിലടിക്കുന്ന പെയിന്റ് ഒക്കെ എന്തിനാ നിങ്ങൾ ഈ തറയിൽ ഒഴിച്ച് കളയുന്നേ? എന്താ ചെയ്യുന്ന അങ്കിളെ? മോനെ ടപ്പു, അവരവിടെ പെയിന്റിങ് ചെയ്തോണ്ടിരിക്കുക. ഞങ്ങളുടെ കാലത്തൊക്കെ ഇങ്ങനെയാ പെയിന്റ് അടിക്കാറുള്ളത്. അത് ശരി, ഞങ്ങളുടെ കാലത്തെ പാൻസ് ഇങ്ങനെയാ വലിച്ചിടുന്നേ. എടാ, പാന്റ് അല്ല, പെയിന്റ്. ഷെടാ, ഇങ്ങനെ പോയാ ഈ പെയിന്റിങ് കഴിയാൻ 2 വർഷവും തോന്നല്ലോ. ടപ്പു വിചാരിച്ചാൽ എന്തും ചെയ്യും. വെയിറ്റ് ആൻഡ് വാച്ച്. എടാ, എന്താ അവിടെ ചെയ്യുന്നേ? എടാ ടപ്പുക്കുട്ട, നീ അവിടെ താഴെ എന്ത് ചെയ്യുവാ? സൊസൈറ്റി മുഴുവൻ മഴവില്ല് പോലെ ആയല്ലോ. മുത്തശ്ശൻ എന്ത് പറ്റി? എന്താടോ, വീട്ടിൽ ആരുമില്ല, നീ പോയിട്ട് നാളെ വാ. എന്റെ ഭഗവാനെ, സൊസൈറ്റിയോടൊപ്പം ഞാനും മഴവില്ല് പോലെ ആയല്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇന്നത്തെ കാലത്ത് സോപ്പ് പോലും ഒരു വഴിക്ക് കൊള്ളൂല. ഇന്നുള്ളു മുഴുവൻ വൃത്തിയാക്കാൻ പറ്റി. ഈ ചപ്പാത്തി വീർത്തില്ലല്ലോ. വീർത്ത ചപ്പാത്തിയാ നല്ലതെന്ന് എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്. 1 മിനിറ്റ് നിക്കണേ, ഇപ്പൊ വീർപ്പിച്ചോണ്ട് വരാം. കൊള്ളാലോ ദേ, നീ ആള് മോശമല്ലെന്ന് വീണ്ടും തെളിയിച്ചല്ലോടി. എന്ത് പറ്റിയച്ചാ? മുഖം എന്താ ഇങ്ങനെ? എന്താ മുത്തശ്ശ ഇത്? ടപ്പുക്കുട്ട, ഇത് കണ്ടോ? ആരോ എന്റെ മുഖത്ത് പെർമനന്റ് ആയിട്ട് അങ്ങ് കളർ അടിച്ചു. ടപ്പു വിചാരിച്ചാൽ എന്തും ചെയ്യും. ഞാൻ ദേ ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ ദേ, ഓ
എടാ പതുക്കെ, എനിക്ക് വേദനിക്കുന്നുണ്ട്. എന്റെ ദയ എന്നോടൊരു അല്പം ദയ കാണിക്ക്. അല്ല, നിങ്ങൾ എന്തിനാ ഈ പെയിന്റിന്റെ ടിന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്? നോൺസെൻസ്, ഇത് ടിന്നല്ല, എന്റെ അച്ഛനാണ് വീട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇദ്ദേഹത്തെ നമുക്കൊരു ഹൊറർ ഫിലിം കാണിക്കാം. അപ്പൊ അകത്തുനിന്നൊരു വേർപ്പ് ഇങ്ങോട്ട് വരും, അതോടെ ഈ പെയിന്റും പൊക്കോളും. വേണ്ട വേണ്ട, എനിക്ക് ഹൊറർ ഫിലിം കാണണ്ട. എനിക്ക് ഒരു ഡോക്ടർ കബീർ സിംഗിനെ അറിയാം. അദ്ദേഹം വിചാരിച്ചാൽ അച്ഛന്റെ മുഖം ശരിയാക്കാൻ പറ്റും. എന്നാ പിന്നെ അച്ഛനെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോയിക്കളയാം. ഹോയ് ഹോയ്, ബെല്ല 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 ബെല്ലേ. ബെല്ല ബെല്ലേ. ഒത്തിരി അതിവിടെ എടുത്തു വെച്ചിട്ട് എവിടേക്കാ പോയത്? അതെ, ധൃതി പിടിച്ചു പോകുന്ന കാരണം ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ പപ്പറ്റ്? എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല വീട്. ഓടിക്കാൻ അറിയില്ലേ? സാരമില്ല, ഇറങ്ങി അങ്ങ് ഓടിച്ചേക്ക്. ഇങ്ങനെ മതിയോ? ഇങ്ങനെ ഓടിയോ മതിയോ അച്ഛാ? നോൺസെൻസ്, വണ്ടി കയറിയില്ലേടാ. എടാ പൊപ്പടേ, ബ്രേക്ക് ചവിട്ടടാ, ബ്രേക്ക്. പൊപ്പടേ, വാടാ വാടാ വാടാ, നല്ല ഉള്ളി വാടാ. എടോ ഡോക്ടറെ, താനെന്താ ഈ കഴിക്കുന്നേ? ഇത് ലോലിപോപ്പ്. ഡോക്ടർ സാറേ, അച്ഛന്റെ മുഖത്ത് പെയിന്റ് വീണതാ. എങ്ങനെയല്ലോ ഒന്ന് ശരിയാക്കി തരണം. പ്ലാസ്റ്റിക് സർജറിയിൽ ഞാൻ നിങ്ങൾക്ക് 4 ഓപ്ഷൻ തരാം: ബക്കറ്റ്, മഗ്, ടേബിൾ, കസേര. ഇത് കണ്ടിട്ട് എനിക്ക് ബക്കറ്റ് തന്നെ മതിയെന്നാ തോന്നുന്നത്. എടാ, ഇതെന്താ പറ്റിയത്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇത് കള്ളാലോ. അച്ഛന്റെ പഴയ മുഖത്തിന്റെ ഐശ്വര്യക്കേടൊക്കെ മാറി അച്ഛനിപ്പോ പുതിയൊരു മുഖം കിട്ടിയല്ലോ. മാലൂരേ, തയ്യാ. ഇന്നത്തെ പ്രധാന വാർത്ത സൂക്ഷിച്ചു നോക്കൂ. ഇതാണ് ബക്കറ്റ് സിൻഹ, കുറെ പേരുടെ മൊബൈലുകൾ മോഷ്ടിച്ചുകൊണ്ട് ഒളിവിൽ പോയിരിക്കുന്നവൻ. എന്റെ ദൈവമേ, പോലീസ് വരുന്നതിന് മുമ്പ് അച്ഛനെ നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറ്റണം. ലോകം ഞാൻ തകടം മറിക്കാം. ബക്കറ്റ് സിംഗ് ഇവിടെയുണ്ടോ? ഇയാളെ പിടിച്ചു കൊടുത്താൽ 10 ലക്ഷം കിട്ടുമല്ലോ. അതേ കണ്ടില്ലേ? എന്റെ ദൈവമേ, ഡോക്ടറിന് ഇയാളുടെ മുഖമേ കിട്ടിയുള്ളൂ അച്ഛന് കൊടുക്കാൻ. എവിടൊക്കെയോ എന്തൊക്കെയോ എനിക്ക് കരിഞ്ഞു മണക്കുന്നു. ഇപ്പൊ പുറകെ വിട്ടോളാം സാർ. എന്റെ പൊപ്പട്ടെ, ഒന്ന് പതുക്കെ, ഒന്ന് പതുക്കെ. എനിക്കതിന് ഓടിക്കാൻ പോലും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ദൈവമേ, എവിടെ നോക്കിയാ ഇവനൊക്കെ വണ്ടി ഓടിക്കുന്നത്?
എന്റെ പൊന്നെ, നിങ്ങളൊന്ന് മാറി നിൽക്കണേ, വണ്ടി നിർത്താൻ അറിയില്ല. അതെ, ഉറപ്പാണ് എന്തോ പന്തികേടുണ്ട്. എടാ മോനെ, എന്റെ കുടുംബത്തിലുള്ളവരൊക്കെ എവിടെയാണെന്നൊന്ന് പറയോ? എന്നെ പിടിക്കാൻ പോലീസ് നടക്കുക. എടോ, ഞങ്ങളാടോ ബക്കറ്റ് സിംഗ് പോലീസ്. എടോ പോലീസ്, ഞാൻ ബക്കറ്റ് സിംഗ് അല്ലടോ. അവൻ ഓടിപ്പോകുന്നു. അവനെ വിടാൻ പാടില്ല. പിടിക്കേ, എന്തോ പന്തികേടുണ്ട്. അച്ഛാതെ ഇങ്ങോട്ട് നോക്ക്, മോളില് മോളില്. അത് കണ്ടോ, അവന്റെ അവിടെ പടിക്കെട്ടിൽ കയറി പോകുന്നു. ഇതെന്താ ഞാൻ മേലോട്ട് പോവാത്തെ? എന്റെ കഷ്ടകാലത്തിന് ഈ മിഷനും കേടാ എന്നാ തോന്നുന്നത്. എടാ ടപ്പു, എന്റെ മൂക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്തോ പന്തികേടുണ്ടെന്ന്. വീടരുതവനെ, പിടിക്കേ. ഡോക്ടർ സാറേ ഒന്നിങ്ങോട്ട് നോക്കിയേ. ഡോക്ടർ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന്റെ മുഖം എത്രയും പെട്ടെന്ന് ഒന്ന് ശരിയാക്കി തരണം, അർജന്റാ. ഇതൊക്കെ എന്തോന്നാ? എനിക്കിപ്പോ ഒരു കാര്യമേ പറയാനുള്ളൂ. സമൂസ ത്രികോണാകൃതിയിലാണ്. ഞാൻ പണ്ടൊരു ബേക്കറി ഒരു കടക്കാരനായിരുന്നു. നല്ല ഡോക്ടറെ ഇന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. വെളുത്ത കോട്ട് വിട്ട് സ്റ്റെതസ്കോപ്പും തൂക്കി നടക്കുന്ന ആരെ കൈ കിട്ടിയാലും അവരെ കൊണ്ടിന്ന് സർജറി ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാ. വിഷമിക്കണ്ട, ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തു തരാം. ഞാൻ കാണിക്കുന്ന 4 നിങ്ങൾ തിരഞ്ഞെടുക്കണം. ബക്കറ്റ്, മഗ്, പിന്നെ കസേര, മേശ. അതല്ല പ്ലേറ്റോ കുപ്പിയോ. എന്നാ കുപ്പി മതി, ചെറുതല്ലേ, പെട്ടെന്ന് നടക്കും. അങ്ങനെയെങ്കിൽ ശരി. എന്റെ പൊന്നു ഡോക്ടറെ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഓ, അതിന്ന് രക്ഷപ്പെട്ടു. ഇനി വന്നോളൂ, ഇതാ പുതിയ അച്ഛനെ കണ്ടോളൂ. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഇന്നത്തെ സുപ്രധാന വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ബോട്ടിൽ ഷെട്ടി, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ. ഇവനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതെന്തൊരു കഷ്ടമാ. ആദ്യം ഈ അച്ഛൻ നാട്ടിലെ ക്രിമിനൽ ആയിരുന്നു, ഇപ്പൊ വേൾഡ് ലെവൽ ക്രിമിനൽ ആയിരിക്കുകയാണല്ലോ അച്ഛാ. ഞങ്ങൾ ഈ ക്ലിനിക്കിന്റെ 5 വശവും വളഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആകെ 4 വശങ്ങളല്ലേ ഉള്ളൂ. എടാ, മുകളിൽ നമ്മൾ വളഞ്ഞിരിക്കുകയല്ലേ.
പുറത്ത് പോലീസ് വളഞ്ഞിരിക്കുകയാണല്ലോ ഈശ്വര. ഇപ്പൊ നമ്മൾ അച്ഛനെ എങ്ങനെയാ പുറത്തേക്ക് കൊണ്ടുപോവാ? ആട്ടെ ആട്ടെ, പെട്ടെന്നാവട്ടെ, ആംബുലൻസ് റെഡിയാണ്. ഐഡിയ. ആരാ എന്റെ ജീപ്പ് മോഷ്ടിച്ചോണ്ട് പോയത്? ഇത് കണ്ടോ, മറ്റൊരു ക്രൈം. അപ്പോ ഇവര് വലിയ ക്രിമിനൽസ് ആണ്. ഇവരെയൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എടോ, ഇവരാടോ തന്റെ ജീപ്പ് മോഷ്ടിച്ചോണ്ട് പോയ ആൾക്കാര്. ഇവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവിടെ സോണി, ഡോക്ടർ അച്ഛനൊരു ക്രിമിനലിന്റെ മോന്തയെ കെട്ടിവെച്ച് തന്നേക്കുന്നത്. ഞങ്ങളുടെ പുറകിൽ പോലീസുണ്ട്. ചേട്ടനെ ഞാൻ സഹായിക്കാന്നേ. എല്ലാരും ഒന്ന് മാറി നിൽക്കേ. പേഷ്യന്റിന് വളരെ സീരിയസ് ആണ്. എല്ലാവരും മാറി നിൽക്കൂ, മാറി നിൽക്കൂ. ഒന്ന് സൂക്ഷിച്ചു പോടാ. അത് നമ്മുടെ ബോസ് ആണല്ലോ. ബോസ് ഇവിടെ സുരക്ഷിതനാണ്. വരൂ ബോസ്, നമുക്ക് അകത്തേക്ക് പോവാം. അല്ല, ഇതെന്താ രണ്ട് ബോസുമാരോ? അച്ഛനിങ്ങ് പോര്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഷെട്ടിയെ പിടികൂടി. അവന്റെ കോട്ടയും നമ്മൾ കൈയടക്കി. അച്ഛൻ പയ്യെ ഇറങ്ങിക്കേ. വാ, സൂക്ഷിച്ച് പതുക്കെ. ചേട്ടാ, നീ എന്താ ചെയ്യുന്നേ? എന്ത് പറയാനാച്ചാ, പെട്ടെന്ന് വേണം. അച്ഛന്റെ ഈ ക്രിമിനൽ മോന്തായം മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും അച്ഛന്റെ സ്വന്തം രൂപം തിരിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ പോലീസ് അച്ഛനെ വെറുതെ വിടില്ല. നീ എല്ലാം കൂടി എന്നെ എന്താണാ ചെയ്യുന്നേ? ചേട്ടാ വിട്. ഇത് കൊള്ളാലോ. അച്ഛന്റെ മുഖം എത്ര പെട്ടെന്ന് വൃത്തിയായത്. ഞങ്ങള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയാനായി വന്നതാണ്. കൊടും കുറ്റവാളികളെ പിടികൂടാനായി പോലീസിനെ നിങ്ങൾ സഹായിച്ചു. അതിനാണിത്. ആണോ? ഇത് ഞാൻ പോലും അറിഞ്ഞില്ല.
എന്താ ഇത് ഇതെങ്ങനെയാണ് മുറിക്കേണ്ടത്? നിക്ക് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാ മുറിക്കേണ്ടതെന്ന്. നന്ദി. ഷെടാ, ഞാൻ മുറിച്ച കഷ്ണങ്ങളൊക്കെ എവിടെ പോയി? ഇവിടെ ഉണ്ടടാ ചേട്ടാ. അച്ഛാ, മാറി നിൽക്ക. സൂക്ഷിച്ചു നോക്കുവിൻ, ഇന്നെന്റെ പക്കലുണ്ട്. പറയണമെന്നില്ല, എന്താന്ന് മനസ്സിലായി. ഒരു നല്ല വാർത്തയും ഉണ്ടാവും, ഒരു മോശം വാർത്തയും ഉണ്ടാവും. അല്ലേ അല്ല, ഇന്നെന്റെ പക്കലുള്ളത് ഒരു അപകടകാരിയായ വാർത്തയാണ്. ആദ്യം വാർത്ത എന്താണെന്ന് കേൾക്കുവിൻ. സൂക്ഷിച്ചു നോക്കുവിൻ. ആരെ? ഞാൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് എന്നോട് ചോദ്യം ചോദിക്കരുത്. എന്നാ പറ എന്താ പറയാനുള്ളത് എനിക്ക്? സൂക്ഷിച്ചു നോക്കുവിൻ, നിങ്ങൾക്ക് ചുറ്റുമുള്ള നമ്മുടെ നിഷ്കളങ്കരായ കുട്ടികളെ. നിങ്ങളുടെ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. കിഡ്നാപ്പ്, കിഡ്നാപ്പ്, കിഡ്നാപ്പ്. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കറങ്ങി നടക്കുന്നത് ലുക്ക ചുപ്പി എന്നു പേരുള്ള 2 കള്ളന്മാരാണ്. സൂക്ഷിച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഇന്ന് നീ സൈക്കിള് കൊണ്ടുവന്നില്ലേ ടപ്പു? കൊണ്ടുവന്നില്ലടാ, അച്ഛനടുത്തോട്ട് സ്കൂൾ വാനിൽ പോയാ മതി എന്ന് പറഞ്ഞിരിക്കുക. അതെന്താ? ഇവിടെ ഇപ്പൊ 2 കിഡ്നാപ്പേഴ്സ് കറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങളെ സൂക്ഷിച്ചു പോണം കേട്ടോ. ബൈ ടപ്പു. ബൈ. ലുക്ക ചുപ്പി. ലുക്ക CHUPPI ചുപ്പി. നിങ്ങൾ എന്താ ചെയ്യുന്ന അങ്ങളെ? അല്ല, ഞാൻ നിന്നെ പിടിക്കാൻ ശ്രമിക്കല്ലായിരുന്നോ? വെരി സ്മാർട്ട്. അങ്കിൾ നിന്റെ കൂടെ ഒളിച്ചേ പിടിച്ചേ കളിക്കുകയാണ് മോനെ. അത് ശരി, ഒളിച്ചേ പിടിച്ചേ കളിക്കാ. അങ്കിളെ, ഈ കളിയിൽ ഞാൻ ചാമ്പ്യൻ ആണ്. ചാമ്പ്യൻ. പിടിക്കങ്കിൾ, എന്നെ പിടിക്കാൻ നോക്ക്. അങ്കിൾ, ദേ ഇവിടെ. നല്ല രസമുണ്ട് അങ്കിൾ. എന്നെ പിടിക്കും നോക്കട്ടെ. ചേടാ, അങ്കിൾ ബോധം കെട്ട് വീണല്ലോ. നിസ്സഹായകരായ മനുഷ്യരെ സഹായിക്കണമെന്ന് മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്. ചിലപ്പോ ഇയാളുടെ ഫോണിൽ അഡ്രസ് ഉണ്ടാവും.
തിരിഞ്ഞു അങ്കിൾ, ഇടത്തോട്ട്. മതി മതി, ഇവിടെ നിർത്തിയാ മതി. ഇവരുടെ GPS ഇവിടെയാ ലൊക്കേഷൻ കാണിക്കുന്നത്. നനഞ്ഞു, മുഴുവൻ നനഞ്ഞു. ഇനി ഞങ്ങളെ വിട്ടുകൂടെ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്കിൾ അങ്കിൾ ഒന്ന് കണ്ണു തുറക്കൂ അങ്കിൾ. പാർക്കിൽ ഒളിച്ചായി കണ്ടേ കളിച്ചപ്പോ അങ്കിള് ബോധം കെട്ട് വീണുപോയി. എങ്കിൽ പിന്നെ നീ എന്തിനാ നിന്റെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുന്നത്? ഇത് നിങ്ങളുടെ വീട് തന്നെയാ അങ്കിൾ. നീ എങ്ങനെയാണ് ഞങ്ങളുടെ സങ്കേതം? അല്ലല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീട് കണ്ടുപിടിച്ചത് കുട്ടി. അങ്കിളിന്റെ മൊബൈലിൽ GPS ഉണ്ടായിരുന്നു. അത് കൊള്ളാലോ. ഞങ്ങളുടെ മൊബൈലിൽ എങ്ങനെയാ GPS കണക്ഷൻ ഒക്കെ കിട്ടിയത്? അതെ അങ്കിൾ, നോക്കിക്കേ, അങ്കിളുടെ ലൊക്കേഷന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. അങ്ങനെ എനിക്ക് ഇവിടെ എത്താൻ പറ്റിയേ. നിക്ക്, ഇപ്പൊ ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ എന്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് അങ്കിളിന് കാണിച്ചു തരാം. അതിങ്ങ് തന്നെ കുട്ടി. നീ ഈ ലൊക്കേഷൻ ആർക്കെങ്കിലും അയച്ചു കൊടുത്താൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും കുട്ടി. ഇതെങ്ങനെയാ ഓഫ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരൂ കുട്ടി. എന്നാ ശരി അങ്കിൾ, ഞാൻ വീട്ടിലേക്ക് പോവാണേ. മിടുക്കൻ, മിടുക്കൻ. ഞങ്ങൾ നിന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക കുട്ടി. കിഡ്നാപ്പോ? നിങ്ങളെങ്ങാനും ആണോ അച്ഛൻ പറഞ്ഞ ആ കിഡ്നാപ്പേഴ്സ്? ഇവനാണ് ലുക്ക. ഇവനാണ് ചുപ്പി. ലുക്ക. രണ്ട് കിഡ്നാപ്പേഴ്സ്. എന്നാലും അങ്കിൾസ്, ഇവിടേക്ക് ഞാൻ തന്നെയല്ലേ വന്നത്, അതും നിങ്ങളെയും കൂട്ടിക്കൊണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് കുട്ടി. മുള്ളു ചെന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും കേടുപറ്റുന്നത് ഇലയ്ക്ക് തന്നെയാണ് കുട്ടി. മോനെ, നീ നിന്റെ വീടിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞതാ. അങ്കിൾ വിശന്ന് കഴിഞ്ഞ പിന്നെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. വിശക്കുന്നുണ്ടോ മോനെ? നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? അങ്കിൾ, എനിക്കൊരു പിസ്സ വേണം. മോനെ, ഈ അങ്കിൾ ഉരുളക്കിഴങ്ങ് മസാലക്കറിയും ചപ്പാത്തിയും നല്ല ഉഗ്രനായിട്ടുണ്ടാക്കും. നീ ബഹളം വെക്കണ്ട മോനെ. ഇന്നടെ കാശ് നീ പോയി പിസ്സ മേടിച്ചോണ്ട് വാ. എന്നോടാണോ നിന്റെ അഭ്യാസം? എന്നെക്കാളും പഠിപ്പുണ്ടെങ്കിലും അതിന്റെ വിവരം നിനക്കില്ല. അല്ല, നീ ഇപ്പൊ ഇത് എങ്ങോട്ടായി പോകുന്നത്? അത് ഞാൻ മറന്നുപോയി. ഞാൻ പിസ്സ മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏത് കുട്ടിയാടാ കിടന്ന് നിലവിളിക്കുന്നത്? അവൻ പിസ്സ കഴിക്കാൻ വേണ്ടി വാശി പിടിക്കുന്നതാ. എത്ര കുട്ടികളുണ്ട് നിന്റെ കൂടെ? ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ അവൻ ഒറ്റ ഒരുത്തം മതി സാറേ. ഇടിവീരൻ പൾട്ടു സിംഗിനോട് കളി വേണ്ട. അയ്യോ ഇല്ല സാറേ, ഈ ഇടിവീര സാറിനോട് എനിക്ക് നുണ പറയാൻ പറ്റുമോ? സാറേ ഈ ഫോട്ടോ ഉണ്ടല്ലേ, ഇത് ഇയാളെ പോലെ തന്നെയല്ലേ? നോക്കിക്കേ. ഇതൊരിക്കലും അവനല്ല. അവര് രണ്ടു പേരുണ്ട്. ഇതൊരാളല്ലേ ഉള്ളൂ. ചെല്ല്, പെട്ടെന്ന് എന്ന് കുട്ടിക്ക് പിസ്സ മേടിച്ചു കൊടുക്കാൻ നോക്ക്. ഒന്ന് നിക്കവിടെ. ഈ ഇടിവീരിന് വേണ്ടി 2 ഗാർലിക് ബ്രെഡ് കൂടി വാങ്ങിച്ചു. അത് തുടരുത് കേട്ടോ. ഇത് ഞാൻ ഇടിവീരൻ പൾട്ടു സിംഗിന് വേണ്ടി മേടിച്ചോണ്ട് വന്നതാ. ആ ഇടിവീരനെ ഞാനിപ്പോ പുറത്തു വെച്ച് കണ്ടതേ ഉള്ളൂ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആണല്ലോ. പോലീസ് നമ്മളെ തെരഞ്ഞ് ഇവിടം വരെ എത്തിയെന്ന് തോന്നുന്നു. മോനെ, നീ പിസ്സ മുഴുവനും കഴിച്ചു കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും നിന്റെ വീടിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞതാ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്നാ പോട്ട് സാരമല്ല, നിന്റെ വീട്ടിലെ ഫോൺ നമ്പറെങ്കിലും എന്താ? 100
വിളിക്കരുത്. എടാ വിട്ടി, ഇത് പോലീസിന്റെ നമ്പരാ. ഇത് കഴിച്ചോളൂ ഇൻസ്പെക്ടർ സാറേ. ഇടിവീരൻ ഇൻസ്പെക്ടർ. സോറി, ഇടിവീരൻ ഇൻസ്പെക്ടർ സാറേ. ഇതാ കഴിച്ചോളൂ നിങ്ങൾക്കുള്ള ഗാർലിക് ബ്രെഡ്. അപ്പൊ ഇത് തരാൻ വേണ്ടിയാണല്ലേ നീ 100ലേക്ക് ഫോൺ ചെയ്തത്? അതെ അതെ സാറേ. മേലാൽ ഇത് ആവർത്തിക്കരുത്. കാര്യമില്ലാതെ 100ലേക്ക് വിളിക്കുന്നത് ഒട്ടും ശരിയായ പ്രവണതയല്ല. അല്ലേ അല്ല, ഒരിക്കലും ഇത് അവരല്ല. അവര് 2 പേരുണ്ട്. ഇവൻ ഒരാളല്ലേ ഉള്ളൂ. എന്റെ ദൈവമേ. റൗണ്ട് സിംഗ്, എടാ റൗണ്ട്സിന് പോവാൻ നോക്ക്. ഇവിടെ എനിക്ക് വല്ലാണ്ട് ബോർ അടിക്കുന്നു അങ്കിൾ. സ്മാർട്ട് ബോയ്. എന്നാ പിന്നെ എത്രയും വേഗം നിന്റെ വീടിന്റെ അഡ്രസ് പറയും കുട്ടി. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ആദ്യം നിങ്ങൾ എന്റെ കൂട്ടുകാരെല്ലാം ഇവിടേക്ക് കൊണ്ടുവരണം. എന്നാലും ഞാൻ എന്റെ വീടിന്റെ അഡ്രസ് നിങ്ങൾക്ക് പറഞ്ഞു തരൂ. ഇവന്റെ കൂട്ടുകാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്താ പ്രയോജനം? എടാ പമ്പര വെട്ടി, കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ കൂടുതൽ കാശല്ലേ? ബലൂൺ വേണം. വാങ്ങിക്കടാ. പോയി എന്റെ ഗോഗി എവിടെ പോയി? ഈശ്വര, ഇതെവിടെ പോയി? ഞങ്ങളെന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു ടപ്പു. എടാ, ഞാൻ സ്കൂളിന്റെ മുന്നിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞില്ലേ 2 കിഡ്നാപ്പേഴ്സിന്റെ കാര്യം? അവര് 2 പേരും ഇവിടെയുണ്ട്. ഹലോ കുട്ടികളെ. അപ്പൊ നമ്മൾ ഇവര് കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണോ? അതെ, നമ്മളെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുക. ഇനി പറഞ്ഞോളൂ, എന്തൊക്കെയാ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടേ? ഈ തടിയൻ അങ്കിൾ ഉണ്ടല്ലോ, നല്ല ഒന്നാന്തര സ്വാദുള്ള പിസ്സ ഉണ്ടാക്കോ? ഇല്ലടാ, വാങ്ങിച്ചോണ്ട് വരും. എനിക്കൊരു മഷ്റൂം പിസ്സ വിത്ത് എക്സ്ട്രാ ചീസ്. എനിക്കൊരു ഡബിൾ ഡെക്കർ ബർഗർ മതി. എനിക്കൊരു എടാ ഇഡിയറ്റ്, നമ്മൾ വെയിറ്റേഴ്സ് അല്ല, കിഡ്നാപ്പേഴ്സ് ആണ്. കിഡ്നാപ്പേഴ്സ്. ഈ വെയിറ്ററുകൾ നീ ഇവിടെ വെച്ചങ്ങ് നിർത്തിയേക്കേ. പക്ഷെ അങ്കിൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാണ്ട് വിശക്കുന്നുണ്ട്. നിങ്ങളും ഞങ്ങൾക്ക് പിസ്സ വാങ്ങിച്ച് തന്നേ പറ്റൂ. ഹലോ കുട്ടികളെ, ഇപ്പൊ പിസയും കൂൾ ഡ്രിങ്ക്സും വാങ്ങിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. അങ്കിൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം. ഞാനൊരു നാരങ്ങ സർബത്ത് ഉണ്ടാക്കി തരാം. നല്ല സ്വാദാതിന്. ഇത് കൊണ്ട് പണയം വെച്ചിട്ട് നീ പിസയും കൂൾ ഡ്രിങ്ക്സും വാങ്ങിച്ചോണ്ട് വാ. നേരത്തെ വന്നപ്പോ ഞാൻ ABCD മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചതല്ലേ ഇൻസ്പെക്ടറെ? ഇടിവീരൻ ഇൻസ്പെക്ടർ. അതെ, അത് തന്നെ, ഇടിവീരൻ ഇൻസ്പെക്ടർ സാർ. എവിടേക്കാ നീ പോകുന്നത്? കുട്ടികൾക്ക് പിസ മേടിക്കാൻ വേണ്ടി പോവാ. കുട്ടികൾക്ക് പിസ മേടിക്കാനോ? അല്ല, എത്ര കുട്ടികളുണ്ട്? 4 ആണോ? അതെ, 4. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ ഈ പിള്ളേരുടെ വീട് തകിടം മറിച്ചിടും. കഴിഞ്ഞ തവണ ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളല്ലോ. ഇത്ര പെട്ടെന്ന് 4 കുട്ടികൾ എങ്ങനെ ഉണ്ടായി? കിഡ്നാപ്പറുടെ പോസ്റ്റർ എവിടെയോ? റൗണ്ട് സിംഗ് ദേ കിടക്കുന്നു പോസ്റ്റർ. എടാ മക്കളെ, രാത്രി ആവാറായല്ലോ. നിങ്ങൾക്ക് ആർക്കും വീട്ടിലേക്ക് പോവണ്ടേ? എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീടിന്റെ അഡ്രസ് പറഞ്ഞോളൂ. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല അങ്കിൾ. ഞങ്ങളുടെ വീട്ടിലാരും നിങ്ങൾക്ക് 1 രൂപ പോലും തരില്ലെന്ന് ഉറപ്പാ. ഞങ്ങളെ നിങ്ങളുടെ കൂടെ തന്നെ നിർത്തിക്കോളെന്നേ അവര് പറയുള്ളൂ. അങ്കിളിന്റെ പ്ലാന് തെറ്റിപ്പോയി. അതെങ്ങനെയാ കുട്ടി? എനിക്ക് പകരം അങ്കിൾ എന്റെ അച്ഛനെ കിഡ്നാപ്പ് ചെയ്യായിരുന്നെങ്കിൽ അച്ഛൻ അങ്കിൾമാർക്ക് ഒത്തിരി കാശ് തന്നേനെ.
എവിടെ നിന്നാണ് നിന്റെ അച്ഛനെ കിഡ്നാപ്പ് ചെയ്യേണ്ടത് മോനെ? വീണ്ടും തെറ്റായ ചോദ്യം. എന്റെ അച്ഛനെ എങ്ങനെയാണ് കിഡ്നാപ്പ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് നിന്റെ ബുദ്ധി ഒത്തിരി ഇഷ്ടമായി. ഇന്നാ ചുപ്പി ഇതും കൊണ്ടുപോയി വിറ്റ് മൂടിക്ക്. എടാ ടപ്പു, ഇതെന്ത് കുസൃതിയായി കാണിക്കുന്നേ? അച്ഛാ, ഇത് കുസൃതിയല്ല, എന്റെ ബുദ്ധിയാ. ഞങ്ങളെല്ലാവരും കിഡ്നാപ്പ് ചെയ്തിരിക്കുക. എന്ത്? ഇനി തന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം മിണ്ടാതെടുത്ത് ഇങ്ങോട്ട് വെച്ചോളൂ. ചേട്ടാ, അതെ, ഇപ്പൊ എന്റെ കയ്യിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതും കൈ പിടിച്ചോണ്ടോ ഞാൻ ഇത്രയും ദൂരം വന്നത്. ഇന്നാ നീ ആള് കൊള്ളാമല്ലോ. പെട്ടെന്ന് പറഞ്ഞേ നിന്റെ കാശൊക്കെ നീ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? എന്റെ കാശെല്ലാം ദയയുടെ കയ്യിലാ ഉള്ളത് ചേട്ടാ. ദയേ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? സുന്ദരനോ? സുന്ദരൻ എപ്പോഴാ ഇവിടെ എത്തിയത്? ഒളിച്ചേ പിടിച്ചോണോ? എന്റെ ദയെ, ഒളിച്ചേ പിടിച്ചേ കളിച്ചാ നിന്റെ അനിയൻ എങ്ങനെയാണ് ഇവിടെ എത്തുക? ദയേ, നീ എപ്പോഴാടി നിന്റെ ഈ പിച്ചും പേയും പറച്ചലൊന്ന് നിർത്തുക? പിച്ചും പേയോ? പിച്ചും പേയോ അല്ല, ഇവര് ലുക്കയും ചുപ്പയുവാ. ഓ എന്റെ ദയേ, നീ എപ്പോഴാടി എന്നോട് ഒരല്പം ദയ കാണിക്കുക? എന്റെ കയ്യിലുണ്ടായിരുന്നത് അത്രയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ? എന്റെ പൊന്ന് ദയേ, നീ ഇന്നാടി ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്തത് എനിക്ക് സന്തോഷമായി. ദയേ, ഞങ്ങളെല്ലാം കിഡ്നാപ്പ് ചെയ്തിരിക്കുക. കാശ് തരാതെ ഇവിടെ നിന്ന് ആർക്കും എങ്ങോട്ടും പോകാൻ സാധിക്കില്ല. ചില്ലറയല്ല വേണ്ടമുള്ള നോട്ടാണ് വേണ്ടത്. ഇപ്പൊ തന്നെ ഈ പിള്ളേർക്ക് വേണ്ടി ഒത്തിരി കാശ് ചെലവാക്കിയതാ. എന്റെ സ്വർണ്ണമാലയും ബ്രേസ്ലെറ്റും എല്ലാം ഇപ്പൊ പണയത്തില്ല. പക്ഷേ ഇന്ന് സോണി കുറച്ച് പൈസ തരാനുള്ളത് തിരിച്ചു തരാന്ന് പറഞ്ഞിരിക്കാ. ദയടത്തേക്കുള്ള കാശ് ഞാൻ റോഷന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയായിരുന്നു. ദയടത്തി, ഇന്ന് ഞാൻ ഏട്ടത്തി പറഞ്ഞു തന്നതുപോലെ വെണ്ടയ്ക്ക മസാലയാ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിച്ചു നോക്കുന്ന ഒന്ന്, എന്നിട്ട് പറയണ എങ്ങനെയുണ്ടെന്ന്. എന്താ വെണ്ടയ്ക്ക മസാലക്കറി? എനിക്കും ഒത്തിരി ഇഷ്ടമാണ് കുട്ടി. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഏത് നേരവും എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കുക, തിന്നുക, ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ പണി. അതെ അങ്കിൾ, ഞങ്ങളെല്ലാവരും അങ്കിളുടെ വിരുന്നുകാരല്ലേ? നിങ്ങൾ വിരുന്നുകാരല്ല, പിശാചുക്കളാണ്. പിശാച് എന്താണെന്ന് അറിയാമോ?
ഞാൻ 3 എണ്ണുന്നതിനുള്ളിൽ നേരെ ചൊവ്വേ കാശ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞോണം. അതെന്താ 3 ശേഷം അങ്കിളിന് എണ്ണ അറിയാത്തതുകൊണ്ടാ? വെരി ഇൻട്രസ്റ്റിംഗ്. എന്റെ പൊന്നിടി വീരൻ ഇൻസ്പെക്ടർ സാറേ, ഇവരെയെല്ലാം അറസ്റ്റ് ചെയ്തോളൂ. ഇവര് ഞങ്ങളുടെ ഉണ്ടായിരുന്നതെല്ലാം അടിച്ചു മാറ്റി തിന്ന് മുടിച്ചു ഇടിവീരൻ സാറേ. ഇവരെന്നെ സ്വർണ്ണമാലയും ബ്രേസ്ലെറ്റും മോതിരവും എല്ലാം തിന്ന് മുടിച്ചു സാറേ. ഇപ്പൊ മാച്ചാവുന്നുണ്ട്. കുറെ നാളായി ലൂക്കയും ചുപ്പിയും പിടിക്കാൻ നടക്കുന്നു. താങ്ക് യു ഗോകുൽധാം സൊസൈറ്റി. യു ആർ വെൽക്കം സർ. ഇതാ നിങ്ങൾക്കെല്ലാവർക്കുമായി നാരങ്ങ പിഴിഞ്ഞ അബ്ദുളിന്റെ സ്പെഷ്യൽ സോഡ. എന്തൊരു വലിയ ഏമ്പക്കവാ ചേട്ടൻ വിട്ടത്. അബ്ദുളിന്റെ സോഡാ കുപ്പിയൊക്കെ പറന്നുപോയി. ഗോകുൽധാം സൊസൈറ്റിയിലുള്ളവന്മാരെല്ലാം സോഡയും കുടിച്ച് അടിച്ചു പൊളിക്കുകയാണല്ലോ. അടുത്ത മോഷണം ഈ ഗോകുൽധാം സൊസൈറ്റിയിൽ തന്നെ നടത്തിയേക്കാം. പക്ഷെ പോലീസ് എങ്ങാനും വന്നാലോ എന്നാ എന്റെ പേടി. അത് വേണ്ട. അതെന്താടാ, പുറകെ വല്ല പോലീസ് നിപ്പുണ്ടോ? ഇപ്പൊ ആരുമില്ല. ആരെങ്കിലും വടിയായിട്ട് അടിക്കാൻ നിപ്പുണ്ടോ? ഇല്ല. ചേട്ടന്റെ മൂക്കിന്റെ താഴെ എന്തോ ഉണ്ട്. അന്ന് നിന്റെ തലക്കിട്ട് അടി കിട്ടിയപ്പോ മുതല് അസംബന്ധങ്ങൾ മാത്രമാണ് നീ വിളിച്ചു പറയുന്നത്. മൂക്കിന് താഴെ എല്ലാവർക്കും മീശ ഉണ്ടാവില്ലടാ. അതും ശരിയായേട്ടാ. എന്നാ വാ, നമുക്ക് പോയി സൊസൈറ്റിയിലെ മോഷണം നടത്താം. കബഡി 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 കബഡി. ഫ്രണ്ട്സ്, നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാലോ? എന്തായാലും കബഡിയിലെ ഗോലിയെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല. എന്താ മോഷ്ടിക്കുക? നമുക്കിത് തന്നെ മോഷ്ടിച്ചു കളയാം. നമുക്ക് എയറോപ്ലെയിൻ തന്നെ മോഷ്ടിച്ചു കളയാം. എടാ, ഞാൻ സ്കൂട്ടറിന്റെ കാര്യമല്ല പറഞ്ഞത്. രക്ഷപ്പെട്ടു. എന്റെ ഭഗവാനെ, എന്താടാ സ്കൂട്ടറിന്റെ മുതലാളി എങ്ങാനും വന്നോ? ഇല്ല ഇല്ല ഇല്ല, വന്നില്ല. നമ്മളെ തല്ലാൻ ആരെങ്കിലും പുറകെ വന്ന് നിപ്പോണ്ടോടാ? ഇല്ല. ചേട്ടന്റെ ഈ വലിയ 2 കണ്ണുകൾ. എല്ലാവർക്കും 2 കണ്ണുകളല്ലേ ഉള്ളൂ. ഈ ബീഡി അങ്കിളിന് എപ്പോഴാ മുടി വളർന്നത്? മാധവി ആന്റി എപ്പോഴാ ബോയ്ക്കട്ട് ചെയ്ത്? എടാ, അവര് കള്ളന്മാരാ, അവരെ പിടിക്ക്. ടപ്പുള്ളപ്പോൾ ഗോകുൽധാമിൽ മോഷണം നടക്കില്ല. വരൂ ഫ്രണ്ട്സ്. അത് കൊള്ളാലോ. ഈ കൈരിങ് എടുക്കാം. കള്ളന്മാരെ പിടിക്കാൻ ഉപയോഗപ്പെടും. എന്തു പറ്റിയടാ? ചേട്ടാ, അവിടെ ഉണ്ടായിരുന്ന പിള്ളേര് നമ്മുടെ പുറകെ ഉണ്ടല്ലോ.
ഇനി കളി പൊടി പൂരമാവും. ആഹാ. സ്കൂട്ടർ തന്നെ ഇറക്കി വിട്. ഗോലി ക്യാച്ച്. എടാ അവർ പിന്നെ സ്കൂട്ടർ എടുത്തോണ്ടോടി. അതെ ചേട്ടാ, ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി എങ്ങനെയാ? നേരെ പോയാ മതി. അല്ല, നിങ്ങളുടെ സ്കൂട്ടർ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എനിക്കും ഇങ്ങനത്തെ ഒരു സ്കൂട്ടർ ഉണ്ട്. അതെയോ? ഇതെന്ത് കഥ? നമ്പരും ഒരുപോലെ ഉണ്ട്. ഭഗവാനെ, ഇത് എന്റെ സ്കൂട്ടർ ആണല്ലോ. ഞാൻ ഈ ലോകം തകിടം മറിക്കും. എന്നാ നടക്കട്ടെ. സുഹൃത്തുക്കളെ, എന്താണ് ഉണ്ടായത് ഇവിടെ? സോണിക്കുട്ട, പെട്ടെന്ന് പോണം. ബീഡയുടെ സ്കൂട്ടർ മോഷണം പോയി. എടോ, എന്നെയും കൂടെ കൊണ്ടുപോ, അല്ലെങ്കിൽ ലോകം ഞാൻ തകിടം മറിക്കും. അവര് ബീഡച്ചേട്ടന്റെ ആദം കെട്ടോണ്ട് ഓടിക്കളഞ്ഞു. പെട്ടെന്ന് ചെല്ലി. സ്കൂട്ടറിന്റെ കാര്യമാണ് അമ്മേ. അതെനിക്കറിയാം. ഞങ്ങൾ ആ കള്ളനെ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വിട്ടോ. അവരെ നമ്മളെ വിടാൻ പാടില്ല. ഇതെന്താ സംഭവിക്കുന്നേ? എന്റെ പൊന്നു ചേട്ടാ, ഈ പിള്ളേര് നമ്മളെ വിടുന്ന ലക്ഷണമില്ലല്ലോ. അയ്യോ. അവിടെ അങ്ങനെ വടങ്ങിയിരിക്കടാ. അല്ല പിന്നെ സോണിക്കുട്ട, നമ്മളെന്തിനാ ഒരിടത്ത് തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത്? ഓയ് ചേട്ടാ, ഈ ലോകം തന്നെ ഊരുണ്ടതല്ലേ പറയും. ഒരു സെൽഫി എടുത്ത് കളയാം. എടോ, വഴിന്ന് മാറി നിൽക്കാം. മാറി നിൽക്കണമെന്ന്. എടാ, കണ്ണെത്തും ദൂരം വരെ ആരും പുറകെ കാണുന്നില്ലല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? നിങ്ങളെല്ലാവരും വരിവരിയായി വന്നാ മതി. 1 2 3. ആഹാ, എന്റെ ചക്കര കുടൽ ടപ്പു.
സൂക്ഷിച്ച്. പെയിന്റിംഗിൽ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാത്തിടത്തോളം അതിന്റെ വിലയും കൂടും. അമ്മേ, പെട്ടെന്ന് ഇൻസ്പെക്ടർ ചാലു പാണ്ഡെക്ക് ഫോൺ ചെയ്യേ. ഫോൺ ചെയ്യാൻ പറ്റില്ല. കാലത്ത് 2 മണിക്കൂർ സുന്ദരന്റെ കൂടെ ഫോണിൽ സംസാരിച്ചതാ. എന്റെ ബാലൻസ് മുഴുവൻ തീർന്നു പോയി. എന്താ അമ്മ ഇങ്ങനെ? അവൾ എന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ബാലൻസും തീർത്തു. ആരോടാ ഇത്ര സംസാരിക്കുന്നത്? പോയി ഏടത്തി ദേ കാലത്ത് എന്റെ ഫോണിലെ കാശ് മുഴുവൻ തീർത്തു. ദേടത്തി കാലത്ത് എടുത്തതിന് ശേഷം എന്റെ ഫോണിലും ബാലൻസ് ഇല്ല. നമ്മളെ എങ്ങനെ ഓമാര് പിടിച്ചാൽ നമ്മുടെ ബാലൻസ് അവര് തീർത്ത് കളയും. പക്ഷെ എനിക്ക് ബാലൻസ് ഇല്ല. എന്താടാ കിണിക്കുന്നേ? വല്ല പെരുമ്പാമ്പിനെ മിടിങ്ങിയോ നീ? അതൊന്നും അല്ല. പിന്നെ എന്തിനാടാ ഇങ്ങനെ കിടന്ന് കിണിക്കുന്നത്? വിഡ്ഢി. അത് വേറൊന്നും അല്ല. ചേട്ടന്റെ മൂക്കില് 2 തുളയുണ്ട്. തൊളയോ? അത് നിനക്കും ഇല്ലടാ. ചേട്ടാ അമ്മേ, വിട്ടോ ടപ്പു, നീ പേടിക്കണ്ട. ഓയേ ആന്റി, ആന്റി സൂപ്പറാണല്ലോ. താങ്ക് യു ഗോഗിമോനെ. ഇതെന്തോ ഇട്ട ചേട്ടാ, എന്നെ രക്ഷിക്കേ, എന്നെ ഒന്ന് രക്ഷിക്കേ. ഇട്ടിച്ചേട്ടാ നന്നായിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇട്ടിച്ചേട്ടാ രക്ഷപ്പെട്ടു. സോണിയകൾ പെട്ടെന്ന് റിവേഴ്സ് എടുത്തോ. ഓ ഇത് എന്തുട്ട് പണിയാണ്. ചേട്ടാ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ?
അയ്യോ നമ്മൾ പെട്ടു. സോണി അങ്കിൾ ഒരു പ്രാവശ്യം കൂടി റിവേഴ്സ്. എടാ സോണിക്കുട്ട പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യടാ, അല്ലെങ്കിൽ ജീവൻ പോവും. സോണി പെട്ടെന്നാവട്ടെ, ട്രെയിനിങ് എത്തി. എന്തിനാണ് കിടന്ന് കിണിക്കുന്നത്? വലിയ മല പറിച്ച പോലെ. ഞാൻ എന്റെ അച്ഛനെ തിരഞ്ഞു വന്നതാ. എന്നാ ശരി, ബൈ ബൈ. എന്റെ സ്കൂട്ടർ ഇങ്ങ് തന്നേച്ചു പോ. വാ വാ. എന്താ പറ്റിയേ? അവര് നമ്മുടെ പുറകെ തന്നെ ഉണ്ടെന്നാണോ പറയാൻ പോകുന്നേ? അല്ല. എടാ എന്താ പറ്റിയേ? നിന്റെ അമ്മച്ചി എന്താ പുറകെ കഞ്ഞിയും കൊണ്ട് വരുന്നുണ്ടോ? അല്ല, ചേട്ടന്റെ കൃഷ്ണമണി കറുത്തിരിക്കുന്നു. ഇതിന് നിന്നോട് എന്താ പറയേണ്ടതറിയോ? കണ്ണ്. ഇവന്റെ ഒരു കണ്ണ്. നീ ഒന്ന് കുനിഞ്ഞടാ. ആരാ നിന്നെ ആക്കിയെന്ന് ചോദിച്ചാ ഒരക്ഷരം മിണ്ടി പോകരുത്. ഇനി നീ ഞങ്ങളെ എങ്ങനെ പിടിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. വിട്ടു, ഇവന്മാരെ നമുക്കൊന്ന് വാട്ടം കറക്കാം. വാ. എന്നാ ശരി ഇട്ടു ചേട്ടാ. അവന്മാരിനി കറങ്ങി കറങ്ങി കിറങ്ങി വീണോളും. നമുക്ക് സുഖമായിട്ട് ഇവിടുന്ന് വണ്ടി ഓടിച്ചങ്ങ് പോക്കളയാം. ഇനി വലത്തോട്ട് പിടിക്കും, വലത്തോട്ട്. ഹായ്, കൊള്ളാലോ. Come on, Tappu Sena. Gogi, കയറിങ്ങി താ. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരുന്നാലുണ്ടല്ലോ, ഈ പ്രാവശ്യം നമ്മുടെ പ്ലാൻ വിജയിക്കില്ല.
ഫ്രണ്ട്സ് ആക്രമിക്കൂ. ഞങ്ങളുടെയൊക്കെ കാലത്തെ എല്ലാവരും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയാ ജീവിച്ചത്. ഇപ്പോഴത്തെ ആൾക്കാരും കഷ്ടപ്പെട്ട് തന്നെയാണ് കാശുണ്ടാക്കുന്നത്, അത് മറക്കണ്ട. അല്ല പിന്നെ കള്ളന്മാര്. താങ്ക് യു ടപ്പുസേന, നിങ്ങൾ കാരണം ഇന്നെന്റെ സ്കൂട്ടർ മോഷണം പോകാതെ എനിക്ക് തിരിച്ചു കിട്ടിയത്. तारक मेहता का उल्टा चश्मा.